ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മളെ വീടുകളിലൊക്കെ കണ്ടുവരുന്ന കോക്കനട്ട് ഷെല്ല് അഥവാ ചിരട്ട ഉപയോഗിച്ചുകൊണ്ട് നമ്മളുടെ ഇൻഡോറിലും ഔട്ട്ഡോറിലൊക്കെ ഇതുപോലെ തൂക്കിയിടാൻ പറ്റിയ ഹാങ്ങിങ് പോട്ടാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാം നമുക്ക് നേരെ വീഡിയോ കണ്ട് മനസ്സിലാക്കിയാലോ. നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്ത് വെക്കുകയും ചെയ്യുക. അപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ യഥാസമയം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് വിട്ടാലോ. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ആദ്യം ചിരട്ട ഇതിന് വേണ്ടി റെഡിയാക്കി വെക്കണം. നമുക്കൊരു 16 ചിരട്ടയാണ് ഇപ്പോൾ നമ്മൾ ഇതിനു വേണ്ടി എടുത്തിരിക്കുന്നത്. ചിരട്ട ഇതുപോലെ സാൻഡ് പേപ്പർ ഉപയോഗിച്ച് അതിൻ്റെ പുറം ഭാഗത്തുള്ള ചകിരികളും പൊടികളെല്ലാം നന്നായി ഉരച്ച് വൃത്തിയാക്കി എടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതുപോലെ സാൻഡ് പേപ്പർ ഉപയോഗിച്ച് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. നമ്മളിതിൽ ഹോളുകളുള്ള ചിരട്ടയും ഹോളുകളില്ലാത്ത ചിരട്ടയും ഏതായാലും എടുക്കാം. ഹോളുകളില്ലാത്ത ചിരട്ടയാണെങ്കിൽ നമ്മൾ ഡ്രില്ലറോ ആണിയോ ഉപയോഗിച്ച് അതിന് ഹോൾ ഇടാവുന്നതാണ്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ചിരട്ടയൊക്കെ എല്ലാം ഉരച്ച് വൃത്തിയാക്കി എടുത്തതിന് ശേഷം ഇതുപോലെ പെയിൻറ്റിങ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ വൈറ്റ് പെയിൻ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്. സാധാ നമ്മൾ വീട്ടിലൊക്കെ ഗ്രില്ലിനൊക്കെ അടിക്കണ വൈറ്റ് പെയിൻറ്റ്. അപ്പോൾ ഈ പെയിൻറ്റ് നന്നായിട്ട് അടിച്ച് പിടിപ്പിച്ച് ഉണക്കേണ്ടതുണ്ട്. ഒരു കോട്ടിങ് അടിച്ചാലൊന്നും ഇത് ഒരു കളറ് കിട്ടില്ല. അതുകൊണ്ട് ഞാൻ 2-3 കോട്ടിങ്ങൊക്കെ അടിച്ചിട്ടുണ്ട്. ഇപ്പോൾ മഴക്കാലമായതിനാൽ ഉണങ്ങാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. കുറച്ച് ടൈം എടുക്കും. 1-2 ദിവസമൊക്കെ കഴിഞ്ഞാലാണ് ഇത് ഉണങ്ങി കിട്ടുകയുള്ളൂ. അപ്പോൾ നമ്മൾ പെയിൻറ്റിങ് എല്ലാം നന്നായിട്ട് അടിച്ച് വൃത്തിയാക്കി ഉണക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിന് ആവശ്യമായ ഒരു കമ്പി സെറ്റ് ചെയ്യേണ്ടതുണ്ട്. ഒരു റിങ് ടൈപ്പ് ആക്കി എടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഞാനൊരു കമ്പി, നമ്മൾ തെങ്ങൊക്കെ വലിച്ച് കെട്ടുന്ന ടൈപ്പുള്ള ഒരു കമ്പി എടുത്തിട്ട് അതിനെ ഒരു റൗണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു റൗണ്ടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിൽ കുറച്ച് നൂലുകൾ ഇതുപോലെ ചുറ്റിയെടുത്തിട്ട് ചെയ്തിട്ടുണ്ട്. കുറച്ച് ഒരു അട്രാക്ഷന് വേണ്ടിയിട്ട് നൂലുകളൊക്കെ ഇതുപോലെ ചുറ്റി എടുത്തിട്ടുണ്ട്. ഞാനൊരു പ്ലാസ്റ്റിക് ടൈപ്പ് നൂലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഒരു കമ്പി ഇതുപോലെ 4 സൈഡിൽ നിന്ന് നൂല് കെട്ടിയതിന് ശേഷം ഞാൻ ആ നൂല് കൊണ്ട് തന്നെ മെടഞ്ഞെടുത്ത് കുറച്ച് അട്രാക്റ്റീവായിട്ടായിട്ട് ചെയ്തിരിക്കുന്നത്. ഇതുപോലെ തൂക്കിയിട്ട് നമ്മൾ ഒരു മരക്കൊമ്പിലോ ഒരു ഹുക്കിലോ വെച്ച് ഇതുപോലെ തൂക്കിയിട്ട് കറക്റ്റ് ബാലൻസ് ചെയ്ത് നിർത്തണം. തൂക്കിയിട്ടതിന് ശേഷം അതിൻ്റെ പൊസിഷൻ കറക്റ്റ് ആയിരിക്കണം. എങ്കിൽ മാത്രമേ നമ്മൾ ഇതുപോലെ ചെടിയൊക്കെ തൂക്കുമ്പോൾ വെയിറ്റ് അഡ്ജസ്റ്റ് ആയി നിൽക്കുകയുള്ളൂ. അപ്പോൾ അതിന് നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം. ഇനി നമ്മൾ നേരത്തെ പെയിൻ്റ് അടിച്ച് വെച്ച ചിരട്ട ഇതുപോലെ നമ്മളെ ചൂണ്ടയിൽ ഉപയോഗിക്കുന്ന നൂല് വെച്ച്, നങ്കീസ് പ്ലാസ്റ്റിക് നൂലോ എന്തോ വെച്ച് ഇതുപോലെ കെട്ടിയെടുക്കാം. ഇങ്ങനെ തൂക്കിയിടാൻ വേണ്ടി കെട്ടിയതിന് ശേഷം ഇതുപോലെ നമ്മൾ നേരത്തെ ചെയ്ത കമ്പിയിലേക്ക് ഓരോ സ്റ്റെപ്പായിട്ട് ഓരോ ചിരട്ടയും ഇതുപോലെ തൂക്കിയിടാവുന്നതാണ്. ഓരോന്ന് അടിയിലായിട്ട് സ്റ്റെപ്പ് ബൈ ആയിട്ട് ഇതുപോലെ തൂക്കിയിട്ട് എല്ലാം കെട്ടിക്കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മളെല്ലാ ചിരട്ടയും ഇതുപോലെ സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ചിരട്ടയുടെ ഹോളുകളിലേക്ക് ചകിരി വെച്ചിട്ട് ഇതുപോലെ ഹോളുകൾക്ക് ചെറുതായിട്ട് അടച്ചു കൊടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമ്മൾ ഒഴിക്കുന്ന മണ്ണ് വെള്ളവും കൂടി മിക്സായിട്ട് പുറത്തേക്ക് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇനി ഞാൻ ഇതുപോലുള്ള ചെടിയാണ് ഇതിൽ നടാൻ വേണ്ടി എടുത്തിരിക്കുന്നത്. അതിനാവശ്യമായ മണ്ണും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഓരോ ചിരട്ടയിലേക്കും ആദ്യം കുറച്ച് മണ്ണ് നിറച്ചതിന് ശേഷം നമ്മൾ ചെടിയാണ് ഇനി അതിൻ്റെ പുറകിൽ നടാൻ പോകുന്നത്. നമ്മുടെ എല്ലാ ചിരട്ടയിലും ഇപ്പോൾ ഏകദേശം എല്ലാത്തിലും മണ്ണ് നിറച്ച് ആവശ്യമായ രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ചെടികൾ ഓരോന്നോരോന്നായി ചെറിയ കഷ്ണങ്ങൾ എടുത്തിട്ട് നടാവുന്നതാണ്. ചിരട്ടയുടെ ചുറ്റിലും 4-5 പീസുകളെടുത്ത് നട്ടു കഴിഞ്ഞാൽ വളർന്ന് വലുതാകുന്ന സമയത്ത് നല്ല അട്രാക്റ്റീവായിരിക്കും കാണാൻ. അപ്പോൾ നമ്മൾ ഏകദേശം എല്ലാ ചിരട്ടയിലും ചെടി ഇതുപോലെ 4-5 പീസുകളൊക്കെ എടുത്ത് നട്ടതിന് ശേഷം അതിൽ ബാക്കിയുള്ള ഭാഗത്ത് മണ്ണ് ഫില്ലപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഹാങ്ങിങ് പോട്ട് വർക്ക് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മുടെ വീടിൻ്റെ ഇൻഡോറിലും ഔട്ട്ഡോറിലും ഇതുപോലെ ഹാങ് ചെയ്ത് നിർത്തിക്കഴിഞ്ഞാൽ കാണാൻ നല്ല അട്രാക്റ്റീവായിരിക്കും. നമ്മൾ ഇതിന് മുമ്പ് ചെയ്ത ഒരു
ഹാങ്ങിങ് പോട്ടാണ്. ഇത് പ്ലാസ്റ്റിക് ബോട്ടിലാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് ചിരട്ടക്ക് പകരം. ഇതിലെ ചെടിയും വേറൊരു ഐറ്റമാണ്.